ആകട്ടെ, ഇന്നലെ രാത്രി അനുഗ്രഹിച്ച കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവസഭയുടെ ശ്രേഷ്ഠനായ ദൈവദാസൻ പാസ്റ്റർ തോമസ് എബ്രഹാം, അതുപോലെ തന്നെ പാസ്റ്റർ ഉമ്മൻ മത്തായി, മുരുവിക്കാട് മിനിസ്ട്രിയുടെ ഡയറക്ടറായിരിക്കുന്ന ജോൺ ഐസക്, അവർക്ക് ചായ, മറ്റ് സഹോദരങ്ങൾ, ഈ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രിയപ്പെട്ട എല്ലാവർക്കും യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ നിങ്ങളോടുകൂടി ആയിരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതിന് മുഖാന്തരം ഒരുക്കിയ സർവ്വവല്ലവനായ കർത്താവിനും എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയാംഗമായ നന്ദി ഒരിക്കലൂടെ അറിയിക്കുകയാണ്. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, പല രാജ്യങ്ങളിൽ, പല ദേശങ്ങളിൽ, വിവിധ ഭാഷകളിൽപ്പെട്ടവർ, വിവിധ അനുഭവങ്ങളിൽപ്പെട്ട ജീവിതങ്ങളെ കാണുവാനും ദൈവവചനം ഘോഷിക്കുവാനും ഈ കാലഘട്ടങ്ങളിൽ ദൈവം എനിക്കിടയാക്കി. അത് ദൈവത്തിൻ്റെ ഒരു മഹാകരുണയാണ്. ഈ സഭയിലും അനേക പ്രാവശ്യങ്ങൾ കടന്നു വന്ന് ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഇടയാക്കി. പിന്നെയും ഇങ്ങനെ ഒരു അവസരം എൻ്റെ ആയുസ് നീട്ടിത്തന്ന ദൈവകൃപ ദൈവമക്കളുടെ പ്രാർത്ഥനയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ഒരു മൂവ്മെന്റ് ഇന്ന് രാത്രി അയക്കുന്നതിനെ കാണിക്കാൻ ഇടയായി. അത് നിങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാലം ഒരു അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും ഏഷണിക്കാരും കുലപാതകന്മാരും. ഇന്ന് രാത്രിയിലെ മെസ്സേജ് അതല്ല. ഞാൻ ഓർപ്പിച്ചെന്ന് മാത്രമേ ഇന്നലെ രാത്രി വന്നത് യുവക്കൾക്കറിയാം. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അവസാന ഭാഗം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. ഇതാ അവൻ വരാൻ പോവുകയാണ്. അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതിന്റെ ബാക്കി ഭാഗം ഇന്ന് രാത്രി ചിന്തിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എന്ന കർത്താവ് മറ്റൊരു ആശയത്തിലേക്കാണ് ഇന്ന് രാത്രി എന്നെ കടത്തിവിടുന്നത്. അത് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിലെ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവവചനം യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. റവറൻഡ് ഡോക്ടർ ടി ജോസഫ് ജെയിംസ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഒലിവ് ഗാർഡൻ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് പ്രത്യേകമായി ഈ മെസ്സേജുകൾ ലഭിക്കുന്നതാണ്. അതിനായി കർത്താവിന്റെ ദാസൻ ഒരുക്കിയ പ്രത്യേകിച്ച് ഒലിവ് ഗാർഡൻ മിനിസ്ട്രിയുടെ ഡയറക്ടർക്കായി ഞാൻ കർത്താവിൽ നന്ദി പറയുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ വിവിധ ഭാഷകളിൽ ഉള്ള ആളുകളുമായി സംസാരിച്ച ചില യൂട്യൂബുകളിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ദൈവവചനം കേൾക്കാൻ കഴിയും. സ്പാനിഷ് ചർച്ചുകളിലൊക്കെ ശുശ്രൂഷിച്ച ദൈവവചനങ്ങൾ നിങ്ങൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ അതിൻ്റെതായ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദൈവത്തിൻ്റെ വചനം എപ്പോഴും കേൾക്കുന്നത് അത് അനുഗ്രഹം തന്നെയാണ്. ഒരു വാക്ക് സാക്ഷ്യമായി പറയേണ്ട, ഒരു വലിയ ക്രൂസൈഡിൽ ഞാൻ ശുശ്രൂഷിച്ചിറങ്ങുമ്പോഴാണ് എൻ്റെ ശരീരത്തിന് ബലഹീനത വന്ന് സംസാര ശേഷി വരെ നഷ്ടപ്പെട്ടു പോയി. എന്നാൽ കർത്താവ് വിശ്വസ്തനായിരുന്നത് കൊണ്ടാണ് പിന്നെയും അനേക സ്ഥലങ്ങളിൽ പോയി ഈ ദൈവവചനം ശുശ്രൂഷിപ്പാനിടയായത്. ശത്രു ഒരു വശത്ത് പദ്ധതി ഇടുമ്പോൾ ദൈവത്തിന്റെ പൈതലിനെ താങ്ങുന്ന കരം അതെന്റെ അനുഭവം കൂടെയാണ്. എനിക്ക് എപ്പോഴും പ്രസംഗിക്കുന്നേക്കാൾ ഇഷ്ടം കുറച്ച് അനുഭവങ്ങളിലൂടെ പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, വിശ്വാസത്തിനെതിരായിട്ട് പെന്തക്കോസ്ത് അനുഭവത്തിനായി വെല്ലുവിളിച്ച കൂട്ടത്തിൽ ഞങ്ങളും ഒരു കാലത്ത് നിരയായിരുന്നവരായിരുന്നു. എന്നാൽ യേശുവിന്റെ സ്നേഹമാണ് ആത്മീയ കൂട്ടായ്മയിൽ ചിലർക്കൊക്കെ അറിയാം ഏത് ബാക്ക്ഗ്രൗണ്ടിലൂടെ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഞാനെന്ന്. ഇന്ന് രാത്രി സാക്ഷ്യത്തിന് ഞാൻ സമയമെടുക്കുന്നില്ല. ഞാൻ പറയട്ടെ, ഈ ആത്മാവിനെ നയിച്ചു. പലരും ദൈവശബ്ദങ്ങളെ, ദൈവിക ആലോചനയെ വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരു കാലത്ത് ഞങ്ങളും അങ്ങനെ സംസാരിച്ചു. എന്നാൽ ദൈവശബ്ദത്തിന്റെ ദൂതുകൾ ജീവിതങ്ങളിൽ ക്രിയ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണ് യഥാർത്ഥ സത്യം, ഇതാണ് യഥാർത്ഥ വഴി, ഇതാണ് യഥാർത്ഥ ആത്മജീവിതം. ഇത് രാത്രി അങ്ങനെ ആത്മീകമായ ദൈവിക ദൂതുകൾ, ദൈവശബ്ദം, ദൈവിക കൃപ പ്രാപിക്കാനുള്ളവർ മാത്രമേ ഈ ദൈവസഭയിൽ ഇന്ന് രാത്രി കടന്നു വന്നിട്ടുള്ളൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിത യാത്രയിൽ അല്പസമയം ദൈവവചനം കേട്ട് സന്തോഷിച്ച് ആത്മാവിൽ ആരാധിച്ചു മടങ്ങി പോകുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു ആശ്വാസം ലഭിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച, നമുക്ക് വേണ്ടി ഇന്ന് രാത്രിയിലും സ്വർഗത്തിലായിരിക്കുന്ന, നമ്മെ ചേർക്കാൻ വേഗം വരുന്ന ശ്രീ യേശുവിൻ്റെ അനുഗ്രഹീത കരത്തിൻ്റെ കീഴിൽ ഹൃദയങ്ങളിൽ കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ച് ആരാധിച്ച്
ഇന്ന് രാത്രിയിലും നമുക്കായിരിക്കാം. മുൻപോട്ട് ദൈവാത്മാവ് തരുന്ന നിയോഗം പോലെ മുൻപോട്ട് പോകും. വചനത്തിന്റെ സമയം, വചന ശുശ്രൂഷയ്ക്കും അതിൻ്റെ ഇടയിൽ ചില ജീവിതങ്ങളിൽ ദൈവാത്മാവ് പരിവർത്തിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ്, ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവവചനം ക്രിയ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇന്നും നാളെയും കൂടെ നിങ്ങളോട് ഒന്നിച്ചുള്ള അവസരമുണ്ട്. അതിനുശേഷം അല്പസമയങ്ങൾ ഈ ഹൂസ്റ്റന്റെ പ്രദേശത്ത് ഞാനുണ്ടായിരിക്കും. കഴിഞ്ഞ 2 മാസക്കാലം വിവിധ സ്ഥലങ്ങളിൽ USA ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അത് ദൈവത്തിന്റെ ഒരു കൃപയാണ്. പിന്നെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഇന്റർനാഷണൽ പ്രയർ ചർച്ചിനെയും മിനിസ്ട്രികളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. നാളെ ഞാൻ അല്പസമയം സാക്ഷ്യത്തിനോട് എടുക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോട് നാളെ പകലും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ ഇടയാകട്ടെ. അല്പസമയത്തെ ധ്യാന ചിന്തയ്ക്കായിട്ട് വളരെ പരിചിതമായ വേദഭാഗത്തിൽ നിന്ന് ചില ധ്യാന ചിന്തകൾ ഈ വൈകവേളയിൽ നമുക്ക് ധ്യാനിച്ച് പ്രാർത്ഥനയോട് ധ്യാനിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 7 to 11 നമുക്ക് ആധാരമായി ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായി വായിക്കാം. ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഒരു മിനിറ്റ് നമുക്ക് ദൈവസന്നിധിയിലേക്ക് നോക്കാം. ഈ വചനം ഇന്ന് രാത്രി നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ ആലയത്തിന്റെ അകം മുഴുവനും വ്യാപരിക്കട്ടെ. ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ സ്വദേശത്തുള്ള പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു വിടുതലായി ഇന്ന് രാത്രി തീരട്ടെ. ഓ ഹല്ലേലൂയ! എല്ലാവരും ദൈവത്തെ അല്പസമയം സ്തുതിച്ചാട്ടെ. ചുരുങ്ങിയ മിനിറ്റുകളിൽ നാം ഒന്നിച്ച് ഈ രാത്രിയിലായിരിക്കുന്നുള്ളൂ. എനിക്കറിയാം മീറ്റിംഗുകൾ കഴിയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥന, വചന ശുശ്രൂഷയിൽ മാത്രം ദൈവിക വിടുതലുകൾ വ്യാപരിക്കട്ടെ. ദൈവദാസൻ ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ വചനത്തിന്റെ ക്രിയ നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളാണ്. ആമേൻ, സ്തോത്രം. ദൈവവചനം രാത്രി കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അത് വലിയൊരു ആശ്വാസമായി തീരട്ടെ. Gracious Lord and Heavenly Father, we thank you and praise you this tonight. Lord, we come to the presence of the holy presence tonight, Lord. Lord, you help us each and everyone, the servants and the dear ones who are belongs to this church, Lord. Lord, help us. Father God, we thank you. Father God, we bless each and everyone tonight. I rebuke all the power of darkness and the spirit of darkness tonight. Lord, you reveal thy word. Thy word will illuminate each and every one of us, Lord. Hallelujah. 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 You are the sovereign God. Lord, you speak to us, each and everyone, through thy word. Thy word will deliver each one, Lord. Father God, we humble ourselves in thy mighty hand. These days meeting will be blessed for the days to come and also tonight, Lord. Hallelujah. 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 Bless this missionary church, Lord. Bless each children's, Lord. Hallelujah. Oh, Sharabasha. Oh, Rabasha. Lord, help us to me, Lord, to share thy word. Many times we hear the message, but tonight, Lord, you speak to us with a separate mood, and you, Lord, you speak to us through thy Holy Spirit, Lord. Hallelujah. 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 We come to the throne of praise. Lord, many want to hear this message. This area will be a trusted for them, Lord. Father God, we humble ourselves in thy mighty hand. Bless each one. In Jesus' name we pray. Amen. സർവശക്തൻ ഇന്ന് രാത്രി നമ്മെ അനുഗ്രഹിക്കുന്നു എന്ന വിശ്വാസത്തോട് ദൈവവചനത്തിന്റെ ധ്യാനത്തിന്